കൈപ്പറ്റയിലെ പ്രബുദ്ധരായ ജനാവലിയെ നമ്മുടെ തെരുവുകള്, നമ്മുടെ ക്യാമ്പസുകള്, നമ്മുടെ വീടുകള്, നമ്മുടെ ഭാവി തലമുറയെ ലഹരിയുടെ കറുത്ത സാമ്രാജ്യക്കാർ ചില ദുശക്തികൾ ശ്രമിക്കുമ്പോൾ മാറ്റി നിർത്താൻ കഴിയില്ല, നമുക്ക് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരി വിൽക്കുന്നവരുടെയും കൊടുക്കുന്നവരുടെയും ഉറക്കം കൊടുത്തി ഓപ്പറേഷൻ തുഫാൻ തുടരുന്നു. വയനാടിന്റെ ധാർമ്മിക ബോധമുള്ള യുവത്വത്തിന് ഇനി കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കും. SKSSF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ലഹരി വിരുദ്ധ റാലി ഇവിടെ സമാപനം കുറിക്കാനിരിക്കുമ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അഭിമന്യരായ ഉദ്ഘാടകൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TMC സാഹിബ് ഉൾപ്പെടെയുള്ള അഭിമന്യരായ ജില്ലയുടെ നേതാക്കളും ബഹുമാനപ്പെട്ട യാത്രയ്ക്ക് ഉസ്താദ് ഉൾപ്പെടെയുള്ളവരൊക്കെ സൂചിപ്പിച്ചത് ഈ ലഹരിയുടെ അപകടത്തെയും ലഹരി സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ദിനം പ്രതി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രമേൽ ശുഭകരമല്ല. ഈ ആഴ്ചയിൽ മീഡിയകളും നമ്മളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സമൂഹത്തിൽ നന്മകൾ പകർന്നു കൊടുക്കേണ്ട, ഈ സമൂഹത്തെ നേരിന്റെ ദിശയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട വിദ്യാർത്ഥികൾക്ക്, തൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രിയപ്പെട്ട കുരുന്നു മക്കൾക്ക് ദിശാബോധം നൽകേണ്ട അധ്യാപകർ പോലും ഇതിൻ്റെ കച്ചവടക്കാരും വലിയ സാമ്പത്തികമായ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി ലഹരിയെ ഉപയോഗപ്പെടുത്തുന്ന ഭീതിതമായും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വസ്തുതകൾ എന്ന് പറയുന്നത്, ഒരിക്കലും ഈ സമൂഹം ലഹരിയുടെ അടിമകളായി മാറുന്നിടത്ത്, അതിൻ്റെ ചതിക്കുടിയിലേക്ക് ചെന്നുകൊടുക്കുന്നിടത്ത് ബോധപൂർവമല്ല നമ്മുടെ മക്കളാരും അല്ലെങ്കിൽ പുതുതലമുറകൾ അതിൽ ചെന്നെത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാഹചര്യങ്ങളിലൂടെ ഈ പുതിയ തലമുറകളെ ഇത്തരം മതാർമികതയിലേക്ക്, അതിക്രമങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന വസ്തുതയാണ്. ഇവിടെ നമ്മൾ കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ഈ ലഹരിക്കെതിരെ പടപൊരുതേണ്ടതിന്റെ അനിവാര്യതയും ആവശ്യകതയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉത്തരവാദപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ ലഹരിയെ തുടച്ചു നീക്കാനുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുമ്പോ SKSSFന്റെ ചുണക്കുട്ടികളും ഇതിന് പിന്തുണയുമായി മുന്നിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വയനാട് ജില്ലാ SKSSF ഇത്തരമൊരു പ്രതിഷേധ പ്രകടനവുമായി, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വലിയൊരു പിന്തുണ അറിയിക്കുകയാണ് ഇവിടെ. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഭീതിയായി, ഭീഷണിയായി ലഹരി ഈ സമൂഹത്തെ വല്ലാതെ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ മതസംഘടനകളും, എല്ലാ രാഷ്ട്രീയ സംഘടനകളും, എല്ലാ സംവിധാനങ്ങളും ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ മാത്രമാണ് ഈ നാടിന്റെ വലിയ ഭീതിയായ, ഭീഷണിയായ ലഹരിയെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കുന്നത്. SKSSF വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലിയുടെ സമാപന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വയനാട് ജില്ലയടക്കം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് SKSSF ഇവിടെ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ സപ്പോർട്ടുകളും ജില്ലാ SKSSFന്റെ ഭാഗത്തു നിന്ന് നൽകുന്നതോടൊപ്പം ഇനിയും ഇത്തരത്തിലുള്ള നാടിന്റെ നന്മകൾ വളരുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാരും സംവിധാനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ SKSSF എന്ന പഞ്ചാക്ഷരി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് നമ്മുടെ പുതുതലമുറയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തായി ലഹരി മാഫിയ മാറിക്കഴിഞ്ഞ സാഹചര്യം നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. ആ ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പോരാട്ടമാണ് തൂഫാൻ. ആ തൂഫാൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SKSF ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ
SKSF നേതൃത്വത്തെ പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള ഏത് പോരാട്ടങ്ങൾക്കും പിന്തുണ നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള SKSF-നെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ലഹരി വിരുദ്ധ റാലി സിന്ദാബാദ്, ലഹരി വിരുദ്ധ റാലി സിന്ദാബാദ്, പുലയട്ടെ പുലയട്ടെ, ലഹരി മാഫിയ പുലയട്ടെ, പുലയട്ടെ പുലയട്ടെ, ലഹരി മാഫിയ പുലയട്ടെ, നാട്ടിൽ നന്മകൾ വളരട്ടെ.